കൊന്നിച്ചോ മിനസാൻ നാനോമിഷിന്റെ സീസൺ 2 എപ്പിസോഡ് 13 എല്ലാവർക്കും സ്വാഗതം. സോ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് നമ്മുടെ മാനോബ്രോ ആണ്, പിന്നുള്ളത് നമ്മുടെ സ്ഥിരം സപ്പോർട്ടറായുള്ള അലൻബ്രോ ആണ്. രണ്ടുപേരും 40 റുപ്പീസ് വെച്ച് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഗൈസ്. പിന്നെ ലോങ് വീഡിയോ ഈ വരുന്ന ഞായറാഴ്ച ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്തു എന്നെനിക്കൊരു ഉറപ്പും കൂടെ തന്നെ, എങ്കിലേ ഞാൻ ഞായറാഴ്ച ആ വീഡിയോ ചെയ്തുള്ളൂ. അതായത് നമ്മുടെ പേജ് ഒരു മാൻഹോ എക്സ്പ്ലനേഷൻ പേജ് ആയതുകൊണ്ട് ഈ പേജ് എപ്പോഴും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ സെക്കൻഡറി പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ പേജിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലായിരിക്കും വീഡിയോസ് ഒക്കെ ഇടാൻ പോകുന്നത്. ഇത് ഞാനൊരു തമാശയായിട്ട് പറയുകയല്ല, ബിക്കോസ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ പേജാണ്. ആദ്യത്തെ പേജ് ടെർമിനേറ്റ് ചെയ്ത് പോയതാണ്. അതിനുശേഷം തുടങ്ങിയ പേജിലാണ് നിങ്ങളിപ്പോൾ നാനോമിഷിൻ്റെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പേജിലായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അവൻ പറയുകയും ചെയ്യും, ഞാനിവനെ പറ്റി പലതവണ കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സോ ഇതാണല്ലേ ആശ്ര, ദി ഗ്രേറ്റ് ഹങ് ക്ലാൻ്റെ ചീഫ്. അതേസമയം ആശ്ര അവൻ്റെ തൊട്ടടുത്തേക്ക് വന്ന്, അല്ല അവർ കുറച്ച് ക്ലോസ് ആവുന്നില്ലേ, അവരെന്ത് ചെയ്യാനാണ്? പെട്ടെന്നാണ് ആശ്ര തന്റെ കൈ ഒന്ന് ഉയർത്തിയത്. പിന്നെ കാണുന്നത് അവർക്ക് നേരെ പറയുന്നതാണ്, കുറച്ചധികം നാളായില്ലേ കണ്ടിട്ട്, അതെ നീ ശരിക്കും വലുതായല്ലോ. എന്നിട്ട് അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവനൊന്ന് കൈ കൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കാരേജിൻ്റെ അന്ന് കുറച്ച് പെട്ടികൾ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിൻ്റെ അകത്ത് വിലമെടുപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും പിന്നെ കുറച്ച് കോയിൻസും ആയിരുന്നു. ഇത് കാണുമ്പോൾ അവനൊന്ന് ചിരിക്കുകയും ചെയ്യും. ഞങ്ങൾ എന്തായാലും നോർത്ത് ആൻഡ് സീ പാലസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നീ എന്തായാലും വിഷമിക്കണ്ട, നിനക്കിനി ധൈര്യമായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടല്ലേ? അല്ല, താങ്കൾക്ക് അവർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതെ, നോർത്തേൺ സീയും ദി ഗ്രേറ്റ് പ്ലാൻസും ഏകദേശം അടുത്തായതുകൊണ്ട് അവരുടെ ലാംഗ്വേജ് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നെ നോർത്തേൺ സീ ഐസ് പാലസിലേക്ക് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാൻ സാധിക്കും. ഇതെന്തായാലും നല്ലതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലോങ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. പെട്ടെന്നാണ് ആശ്ര ഞെട്ടിയത്. നീ എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? അല്ല, അവരുടെ റിയാക്ഷൻ കണ്ടിട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാർ അവരെന്താണ് സംസാരിക്കുന്നത്, താങ്കൾക്കത് പറയാൻ സാധിക്കുമോ? എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ സ്കൂൾ ലീഡറുള്ള കാങ് പറയുന്നത് മുറുമലാൻസ് അല്ലാതെ ആരും തന്നെ ഈ ഗ്രേറ്റ് പ്ലാൻസിൽ നിന്ന് കടത്തി വിടലെന്നാണ്. അത് കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. പിന്നെ കാണിക്കുന്നത് അവരോടൊന്ന് പോയിട്ടുണ്ട്. ചീഫ്, ആ ഒരു ഔട്ട്സൈഡർ പറഞ്ഞത് താങ്കൾ കേൾക്കാൻ പോകുകയാണോ? ആ ചോദിച്ചത് സോറ ചു ആയിരുന്നു. എന്താടാ, നിനക്ക് പേടിയുണ്ടോ ജിൻഹിലുള്ള ആൾക്കാരെ പറ്റി? നീ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നമ്മൾ എത്രയൊക്കെ യുദ്ധം ചെയ്തതാണ്. പക്ഷേ ജിൻഹോയിലുള്ളവർ എല്ലാവരും ഡേഞ്ചറസ് ആണ്, നമ്മളതൊരിക്കലും മറക്കാൻ പാടില്ല. ബൂച്ചോയ് പറഞ്ഞത് ഓർമ്മയില്ലേ? ബൂച്ചോയ് സൊജാങ്ങിൽ വെച്ച് ഡിമോണിക് കൾട്ടാണ് ഈ സുപ്രീം സേവറിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് അറിഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഡിമോണിക് കൾട്ടിന്റെ ലീഡറിനെ അവർ വിളിക്കുന്നത് ദ ഡീമൻ ഗോഡ് എന്നാണ്. ഡീമൻ ഗോഡോ എന്ത് അരോഗന്റെ ഉള്ള ഒരു ടൈറ്റിലാണ്. ഒരു മനുഷ്യനെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നു. ദി ഗ്രേറ്റ് ഹങ് ക്ലാൻ എന്ന് പറയുന്നത് നാച്ചുറലി ബോൺ ആയിട്ടുള്ള ഒരു ക്ലാനാണ്. അവരുടെ മാർഷൽ ആർട്ട് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് ഫ്രീക്കനായുള്ള ഈ കൊളിഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വളർന്നതാണ്. അതുമാത്രമല്ല, അവർ പലതവണ ജോജാങ്ങിലേക്ക് ഇൻവേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്, ആ ടെറിട്ടറിയൊക്കെ കയ്യിലേക്ക് ആക്കാനായിട്ട്. കഴിഞ്ഞ 3 ജനറേഷനായിട്ട് ഗ്രേറ്റ് ഹങ് ക്ലാൻ തന്നെയാണ് ഈ ഗ്രേറ്റ് പ്ലാൻസ് ഒക്കെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നീ പറഞ്ഞ ഈ ഒരു ഡീമൻ കോഡ് അവൻ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണല്ലേ? കാങ്സോ എന്തായാലും പറഞ്ഞത് അവൻ എന്തായാലും നേരിട്ട് ഇവിടേക്ക് വരത്തില്ലെന്നാണ്. പക്ഷേ അത് സത്യമാണെങ്കിലും നീ പേടിക്കണ്ട, നമ്മളെന്തായാലും ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ല, താങ്കൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ അവരെന്തായാലും കടത്തിവിടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 50,000-ഓളം ബ്രേവായുള്ള സോൾജേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, അതും ദ ഗ്രേറ്റ് ഹങ് ക്ലാനിലെ. ഇവരെല്ലാവരും തന്നെ ഉള്ളപ്പോൾ ഏത് മാർഷൽ ആർട്ടിസ്റ്റാണ് നമുക്ക് എതിരെ വരാനായിട്ട് പോകുന്നത്? ഇത്തരം സോൾജേഴ്സിനെ കാണുമ്പോൾ അവരെന്തായാലും ഒന്ന് പതറും. അതുകൊള്ളാം, അപ്പൊ താങ്കൾ അവരെ പേടിപ്പിച്ചോടിക്കാണല്ലേ നോക്കുന്നത്? എക്സാക്ട്ലി. നമ്മൾ ഡയറക്റ്റ് സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. വരുന്നവർ വരട്ടെ, അവരെന്തായാലും തന്നെ കീഴടങ്ങിക്കോളും. ഞാൻ വേറെ എന്താണ് താങ്കളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? താങ്കളുടെ ബുദ്ധി അതിഗംഭീരം തന്നെ. നമുക്ക് എന്തായാലും ഇത് ബെനിഫിറ്റ് ആകത്തേയുള്ളൂ. പെട്ടെന്നാണ് ഒരു കുതിരയിൽ ഒരുത്തൻ അവിടേക്ക് വന്നത്. ചീഫ് ചീഫ് ഒരു പ്രശ്നമുണ്ട്, 8 കിലോമീറ്റർ അപ്പുറം 600 വരുന്ന മാർഷൽ ആർട്ടിസ്റ്റ് ഇവിടേക്ക് വരുന്നുണ്ട്. എന്ത്, മറ്റ് ട്രൈബ്സോ? അവരുടെ വസ്ത്രം കണ്ടിട്ട് അവര് സൊജാങ്ങിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. അല്ല, ഇനിയെങ്ങാനും. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പേര് അവിടേക്ക് കുതിരയിൽ വരുന്നതായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ഡിമോണിക് കൾട്ടായിരുന്നു. അവരെല്ലാം നയിച്ചുകൊണ്ട് നമ്മുടെ ഡീമൻ ഗോഡും മുന്നിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൻ പറഞ്ഞത്, നിൽക്കൂ. എല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഡീമൻ ലോഡ്, എന്തെങ്കിലും പ്രശ്നം? അടുത്ത സെക്കൻഡിലാണ് സാർ മായും ഞെട്ടിപ്പോയത്.
ആ സ്ഥലം തന്നെ നിന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് സിക്സ് എൽഡറുള്ള മോങ് പറയുന്നത്, മുന്നിലേക്ക് നോക്കൂ. പിന്നെ കാണുന്നത് ആശ്രയം അവന്റെ ടീമും അവിടേക്ക് വരുന്നതാണ്. അവരുടെ കൂടെ ഒരു വലിയൊരു പട തന്നെയുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ അവരുടെ പഴയുടെ മുമ്പിൽ ഡിമോണിക്കൾട്ട് ഒരു ശതമാനം പോലും ഇല്ലെന്ന് തന്നെ പറയാം. അല്ല, ഇവരെന്താണ് ചെയ്യുന്നത്? അവർ സാവേജസ് ആണ്. പക്ഷേ ഒരു ലാൻഡ് കയ്യേറുന്നിടത്ത് മാത്രമേ അവർ ഇത്രത്തോളം മിലിറ്ററിനെ കൊണ്ടുവരത്തുള്ളൂ. അത് കൊള്ളാം. അപ്പോ നോർത്തേൺ സീയുടെ യങ് ലീഡർ ശരിക്കും ഇൻഎക്സ്പീരിയൻസ്ഡ് ആണല്ലേ. ആ സമയത്ത് അവർ നേരെ മുന്നിലേക്ക് നടന്നു. ഇതെന്തായാലും കൊള്ളാം. നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആയില്ല. ഇത്ര നേരത്തെ തന്നെ ഇവരിവിടേക്ക് വന്നില്ലേ? മുറുമലൻസ് തന്ന പേയ്മെന്റ് വെച്ച് നമ്മൾ ഓർത്ത് കുറച്ച് താമസിക്കുമെന്നാണല്ലേ? അത് ശരിയാണ്. ഇതെന്തായാലും നമുക്ക് തന്നെ ബെനിഫിറ്റ് ആയിട്ട് വന്നല്ലോടാ. ബൂച്ചോയ്, യെസ് ഗ്രേറ്റ് ചീഫ്, പറഞ്ഞുകൊടു. സോജാങ്ങിൽ നിന്നുള്ള ഒരാൾക്ക് പോലും ഇവിടേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കത്തില്ല. ഇനി എങ്ങാൻ ആരെങ്കിലും കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവൻ ഞാൻ എടുക്കുവന്ന്. ആ സമയത്ത് അവൻ നേരെ മുന്നിലേക്ക് നടന്നു. എല്ലാരും കേൾക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സോജാങ്ങിലെ ആൾക്കാർക്കും ഇവിടെ കാലുകുത്താൻ ഒരു അർഹതയില്ല. ഇത് ദ ഗ്രേറ്റ് ഹങ് ക്ലാനിന്റെ സ്ഥലമാണ്. ദി ഗ്രേറ്റ് പ്ലെയിൻസ് ആണ്. ഞാൻ ബൂച്ചോയ്, ഞാൻ സെർച്ച് ചെയ്യുന്നത് ദ ഗ്രേറ്റ് റൂളറിനെയാണ്. ദി ഗ്രേറ്റ് ചീഫ് ഉള്ള ആശ്രനെയാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ കാലെടുത്ത് വെക്കാനുള്ള അർഹതയില്ല. തിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മുന്നിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അവസാനത്തെ വാർണിംഗ് ആയിരിക്കും. ദി ഗ്രേറ്റ് ഹങ് ക്ലാൻ എന്ന് പറയുന്നത് ശരിക്കും ഡേഞ്ചറസ് ആണ്. എക്സ്ട്രീംലി ഡേഞ്ചറസ്. അവരുടെ എണ്ണം ശരിക്കും അധികമാണ്. ഡീമലോഡ്, നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എണ്ണം അതൊരു പ്രശ്നമായി മാറത്തില്ലേ? ഒന്നോർത്ത ശരി തന്നെയാണ്. അവരുടെ എണ്ണം എന്ന് പറയുന്നത് 10 മടങ്ങോളമാണ്. പക്ഷേ എന്തായാലും ഞങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊരു താല്പര്യമില്ല. ഞാനോ അവർ പറയുന്നത് നിനക്ക് എന്താന്ന് മനസ്സിലാകുന്നുണ്ടോ? അത് കേട്ടിട്ട് മംഗോളിയൻ പോലെയുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവന് കൊടുക്കും. തിരിഞ്ഞു പോകുന്ന ആളുകളെ, നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ അർഹതയില്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും ഉച്ചത്തി അലറുകയാണ്. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണല്ലേ. ആ സമയത്ത് ഇവൻ നേരെ മുന്നിലേക്ക് നടന്നു. ഡീമലോഡ്, പെട്ടെന്നാണ് അവൻ പറഞ്ഞത്, ദ ഗ്രേറ്റ് ഹങ് ക്ലാൻ പറയുന്നത് കേൾക്കൂ. പിന്നെ കാണുന്നത് ഒരു മാസീവായുള്ള ഒരു ഷോക്ക് വേവ് ആണ്. ആ ഷോക്ക് വേവ് അവിടേക്ക് ചെല്ലുന്നു. അവരുടെ കാതൊക്കെ അടിച്ച് പോകുന്നത് പോലെ തോന്നി. ഇത് കണ്ടപ്പോ അവൻ ശരിക്കും ഞെട്ടി. അല്ല, അദ്ദേഹത്തിന് ആ ലാംഗ്വേജ് അറിയാവോ? എന്നാൽ അത് കേട്ടപ്പോ ഹ്യൂബോങ് അതിൽ കൂടുതൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. എന്റെ പേര് ഇയോൺ ചിയോൺ എന്നാണ്. ഞാൻ ദ ഗ്രേറ്റ് ഹെവലി ഡീമൺ ഡിവൻ കൾട്ടിന്റെ ദി ഹെഡ് ആണ്. എന്ത്, ഇയോൺ ചിയോണോ? ദ ഡീമൺ ഗോഡോ? അത് കേട്ടപ്പോ ആശിര ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. അത് എന്താണ് പറഞ്ഞത്? പക്ഷേ കാങ് സോഹ പറഞ്ഞത് ഇവനിവിടേക്ക് വരത്തില്ലെന്നാണല്ലോ. ഞങ്ങൾക്കറിയാം ഇത് ദ ഗ്രേറ്റ് ഹങ് ക്ലാനിന്റെ സ്ഥലമാണെന്ന്. പക്ഷെ ഞങ്ങൾ താങ്കളെ റെസ്പെക്ട് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ യുദ്ധത്തിന് ഒരു താല്പര്യമില്ല. കാങ് സോഹ, നീ കള്ളം പറഞ്ഞല്ലേ? ദ ഗ്രേറ്റ് ചീഫ്, എനിക്ക് തോന്നുന്നത് അവൻ കള്ളം പറയുകയാണെന്നാണ്. ഞാനും എഗ്രി ചെയ്യുന്നു. ആ പറഞ്ഞത് ഒക്കൂറോ ആയിരുന്നു. അല്ലെങ്കിൽ ഡിമോണിക്കളുടെ ലീഡർ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? അത് മാത്രമല്ല, അവനെങ്ങനെ നമ്മുടെ ലാംഗ്വേജ് അറിയാവുന്നത്? അതിലുപരി ഒരു ഡീമലോട് അവന്റെ ആ ഒരു ഐഡന്റിറ്റി എങ്ങനെ റിവീൽ ചെയ്യുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ അവൻ നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് തന്നെ അറിയാം. അത് അല്ല, ഇനി ആരെങ്കിലും സഹായിക്കുന്നുണ്ടായിരിക്കുമോ? അതും ഒരു പോസിബിലിറ്റി തന്നെയാണ്. പക്ഷേ ഡിമോണിക്കൽ ലീഡറിന് ഞങ്ങളുടെ ലാംഗ്വേജ് അറിയുന്നത് അത് ഇമ്പോസിബിൾ ആയ ഒരു കാര്യമല്ലേ? ദ ഗ്രേറ്റ് ചീഫ്, താങ്കൾ എന്തിനാണ് ഈ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? താങ്കളൊരു വാക്ക് പറഞ്ഞാൽ മതി, അവരുടെ തലയർത്ത് താങ്കളുടെ കാൽ ചോട്ടിക്കൊണ്ട് ഇട്ടു തരും ഈ ഞാൻ. എന്നിട്ട് അവരുടെ ശരീരം നമ്മുടെ കാക്കകൾക്ക് ഭിക്ഷയെ നൽകും. ശരിയാണ്, ഞങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് 600 സോൾജേഴ്സ് മാത്രമേ ഉള്ളൂ. കുറച്ച് പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെടും. പക്ഷേ ഈ ഡീമൻ ഗോഡിനെ പറ്റിയുള്ള റൂമേഴ്സ് ആണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. ദ ഗ്രേറ്റ് ചീഫ്, ഞാൻ പറയുന്നത് അവരെ കടത്തിവിടാന്നാണ്. നമുക്കിവിടെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കടത്തിവിടാന്നോ? ദ ഗ്രേറ്റ് ചീഫ്, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നമ്മളത്ര പേടിച്ചൊളിക്കേണ്ടവരല്ല. ദ ഗ്രേറ്റ് ചീഫ്, താങ്കളത് കേട്ടോ? അത് ഉറപ്പായിട്ടും ഡീമൻ ഗോഡ് തന്നെയാണ്. അത്രയും ഇന്ത്യൻസ് ഉള്ള ആ ഒരു വോയിസ്, അതെനിക്ക് ഉറപ്പാണ്. അല്ല, അത് ശരിക്കും ഡീമൻ ലോഡ് ആയിരിക്കുമോ? ആ റൂമേഴ്സ് വെച്ച് പറയാൻ നേരത്ത് അവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്. എങ്കിലും ന്യൂമറിക്കലി ഞങ്ങൾക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ് ഉള്ളത്. താങ്കൾ എന്തിനാണ് ഈ നെടുവീർപ്പെടുന്നത്? ദ ഗ്രേറ്റ് ചീഫ്, താങ്കളെ പോലെ ഒരു ഗ്രേറ്റിലുള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആണോ ഇങ്ങനെ പേടിക്കുന്നത്? താങ്കൾക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? താങ്കൾ എപ്പോഴും ആ ബൂച്ചോയ് പറഞ്ഞത് വിശ്വസിച്ചിട്ടിരിക്കുവാണോ? അത് കേട്ടപ്പോ അവന്റെ ഈഗോ ഒന്ന് ഹേർട്ടായി. റൂമേഴ്സ് എപ്പോഴും അധികമായിട്ട് സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട കാര്യം നമുക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ എണ്ണം തന്നെ താങ്കളും നോക്ക്, നമുക്കൊരിക്കലും പിന്മാറാൻ പറ്റത്തില്ല. ആ റൂമേഴ്സ് കാരണം ഇവന്മാരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറാച്ചു, യാട്ടാ ക്ലാനിലെ ആൾക്കാർ പുറകിലുണ്ടോ? അതെ സാർ. ക്യാപ്റ്റൻ ഒക്കുറോ, ഞാൻ നിനക്ക് 2000 യാട്ടാ വാരിയേഴ്സിനെ പിന്നെ 3 ക്യാപ്റ്റൻസിനെ തരാം. നിനക്ക് അവരെ തീർക്കാൻ സാധിക്കുമോ? എന്ത് ചോദ്യമാണ് ദ ഗ്രേറ്റ് ചീഫ്, താങ്കളൊന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ കാണിച്ചു തരാം മുന്നിലേക്കെന്നും പറഞ്ഞിട്ട് അവർ നേരെ മുന്നിലേക്ക് സഞ്ചരിച്ചു. അവൻ ശരിക്കും ദ ഡീമൻ ഗോഡ് ആണെങ്കിൽ ഇതെന്തായാലും അത് പ്രൂവ് ചെയ്യും.
അങ്ങനെ അവർ മുന്നിലേക്ക് പെട്ടെന്ന് അവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. കണ്ടിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് തോന്നുന്നത്. നാശം എന്ത് ചെയ്യും, അവരുടെ എണ്ണം ശരിക്കും കൂടുതലാണ്. ഇങ്ങനെയാണെങ്കിൽ നോർത്തേൺ സി ഐസ് പാലസിലേക്ക് ചെല്ലാൻ നേരത്ത് ഇവരുടെ എണ്ണം ശരിക്കും കുറയുമല്ലോ. ആ സമയത്താണ് നമ്മുടെ വാങ്ചുവൽ പറയുന്നത്, ഡീമൻ ലോർഡ്, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, താങ്കളൊരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ ആ സമയത്ത് ഇവൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, കൺവിൻസ് ചെയ്യാനല്ലേ നമുക്ക് ഫെയിൽഡ് ആയിട്ടുള്ളത്, മറ്റൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ മാത്രം നേരെ മുന്നിലേക്ക് നടന്നു. അല്ല, അദ്ദേഹം എന്താണ് ഈ ചെയ്യുന്നത്? ഡീമൻ ഗോഡ് വെറുതെ കുറെ റൂമേഴ്സായിട്ട് വന്നിരിക്കുകയാണ്, എല്ലാരും ആക്രമിക്കുമെന്ന് പറയുന്നിടത്ത് അവരെല്ലാരും തന്നെ അമ്പും വില്ലും എടുത്ത് അവന്റെ നേരെ ആക്രമിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അവന്റെ അടുത്തേക്ക് പാഞ്ഞ് വരികയും ചെയ്യും. തൗസൻഡ്സ് ഓഫ് ആരോസ് ആണ് അവന്റെ നേരെ വന്നത്. ആ സമയത്ത് ഇവൻ തന്റെ കൈകളൊന്ന് അനക്കിയതേ ഉള്ളൂ. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തരിച്ചു പോയത്. ആ ആരോസ് എല്ലാം തന്നെ അവിടെ സ്റ്റക്കായി. ഇയോൺ ചിയൺ അതോരൊന്നും പേഴ്സണലി കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് തന്റെ കൈ ഒന്ന് തിരിച്ചതേ ഉള്ളൂ. പിന്നെ കാണുന്നത് ആ ഒരു ആരോസ് എല്ലാം അവരുടെ നേരെ തിരിഞ്ഞതാണ്. എന്നിട്ട് അവൻ ആ അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പോയതിനെക്കാട്ടും ശക്തിയിലും വേഗത്തിലും അത് നേരെ പാഞ്ഞിറങ്ങി. എല്ലാരും കവചങ്ങൾ എടുക്കുന്ന പറയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഓരോ സോൾജേഴ്സിന്റെ നെഞ്ചത്തിലേക്കും ശരീരത്തിലേക്കും ആരോസ് കുത്തി ഇറങ്ങാൻ തുടങ്ങി. അവന്റെ ഹോഴ്സിലും വീണ് അവന് നേരെ നിലത്തേക്ക് വീണു. അത് ശരിക്കുള്ള ഡീമൻ ഗോഡാന്ന് പറയുന്നതിന് മുമ്പ് ഒരാരോ അവന്റെ കാതിലൂടെ കുത്തി തറച്ച് കയറിയിരുന്നു. ഇത് കണ്ടോണ്ടിരുന്ന ആശ്ര ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? നിസ്സാരമായി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 2000 സോൾജേഴ്സാണ് മരിച്ച് വീണത്. റൂമേഴ്സ് പറഞ്ഞത് ദ ഡിമോണിക്കൽ ലീഡർ ആകാശത്തിൽ നിന്ന് തന്നെ രണ്ടായിട്ട് വിഭജിക്കാൻ കഴിവുള്ളവനാണെന്നാണ്. അപ്പോൾ അതൊട്ടും നിസ്സാരമല്ലായിരുന്നല്ലേ? ദ ഗ്രേറ്റ് ചീഫ്, ഞാൻ പറഞ്ഞില്ലേ, അത് ഡീമൻ ഗോഡ് തന്നെയാണ്. നമുക്കിവിടെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല, അവരെ കടത്തിവിടുന്നതാണ് നല്ലത്. ഞാനും എഗ്രി ചെയ്യുന്നു. ബൂച്ചോയ്, ഇപ്പൊ തന്നെ പറയൂ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല, നമ്മൾ കടത്തിവിടാന്ന് ഇപ്പൊ തന്നെ പറയൂ. ബൂച്ചോയ്, നീ എന്താണ് ഇങ്ങനെ? ആ സമയത്താണ് ഇയോൺ നിരെ പതുക്കെ അവിടേക്ക് നടന്ന് വന്നത്. അവൻ തിരിഞ്ഞു നോക്കുന്നിടത്ത് ഡീമൻ ഗോഡായുള്ള ഇയോൺ ചിയൺ അവന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. അപ്പൊ നീയാണോടാ ഇവിടുത്തെ ചീഫ്? ഒരു കൺചീമ പോലും വെട്ടാതെ അവനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നാൽ എന്റെ കണ്ണടച്ച അടുത്ത സെക്കൻഡ് അവൻ എന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? ചീഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് കുറച്ചധികം പേര് പെട്ടെന്ന് അവിടേക്ക് വന്ന് ഇവനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വളയുന്നുണ്ട്. ആ സമയത്ത് ഇവൻ പറയും ചെയ്യും, എന്റെ തൊണ്ട വേദനിക്കുന്നു. പിന്നെ കാണുന്നത് തന്റെ കൈയൊന്ന് നിലത്തേക്ക് ആക്കിയതാണ്. അതിനുശേഷം അവന്റെ ചുറ്റിനുണ്ടായിരുന്ന എല്ലാരും തന്നെ നേരെ നിലത്തേക്ക് വീണു. അവർക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആയത്. ദ ഗ്രേറ്റ് ചീഫ് ആശ്ര ഓഫ് ദി ഗ്രേറ്റ് ഹങ് ക്ലാൻ. അവൻ ജനിച്ചപ്പോൾ തന്നെ നാച്ചുറലി ആ ഒരു ബ്ലഡ് ലൈൻ ഉണ്ടായിരുന്നു, അവനൊരു മൈറ്റ് ഉണ്ടായിരുന്നു. അവനെ ദി ഗ്രേറ്റ് ഹങ് ക്ലാനെ നയിക്കാനുള്ള ഒരു കെൽപ്പുണ്ടായിരുന്നു. അവന് പേടി എന്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവൻ അധികം വൈകാതെ തന്നെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് അവന്റെ ധൈര്യം കൊണ്ടായിരുന്നു. ദ ഗ്രേറ്റ് പ്ലാൻസ് എല്ലാവരും തന്നെ അവനെ പുകഴ്ത്തിയിരുന്നു. എത്രയൊക്കെ ഡേഞ്ചറസ് ആണെങ്കിലും അവൻ പിന്മാറാതെ മുന്നിലേക്ക് നയിച്ചിരുന്നു. അവൻ എന്ത് ചെയ്താലും അവന്റെ ഫോഴ്സ് അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവന് പേടി എന്തെന്ന് മനസ്സിലായത് ദ ഡീമൻ ഗോഡായുള്ള ഇയോൺ ചിയോൻ അവന്റെ കൺമുമ്പിൽ എത്തിയപ്പോഴാണ്. 2000 സോൾജേഴ്സ് നിസ്സാരമായി കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യമായിട്ടാണ് അവൻ ഈ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്തത്. ആ സമയത്ത് അവന് ഒന്ന് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളായിരുന്നു. അത് ഇയോൺ ചിയോനിൽ നിന്ന് അവന് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു പേടിയായിരുന്നു, ആ ഒരു ഭയം. ദ ഗ്രേറ്റ് ചീഫിനെ പ്രൊട്ടക്ട് ചെയ്യൂ. അതിനർത്ഥം അവൻ തന്നെയാണ് ദ ചീഫ്. ഡീമൻ ഗോഡ്, എനിക്ക് താങ്കളോട് സംസാരിക്കണമെന്നുണ്ട്, ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഡീമൻ ഗോഡോ? അപ്പോ അവന് തടയൂ, അവന് മുമ്പിലേക്ക് വിടല്ലേ. മാറി നിക്കടാ. പിന്നെ കാണുന്നത് അവൻ തെറിച്ച് പോകുന്നതാണ്. ആ സമയത്ത് തന്നെ ബാക്കിയുള്ളവരും തെറിച്ച് പോയിരുന്നു. ഇവൻ നടന്ന് അവന്റെ തൊട്ട് മുമ്പിലേക്ക് എത്തി. പേടിച്ച് വിറച്ച് ആശ്ര പിന്നിലേക്ക് നരങ്ങാനും തുടങ്ങി. കാര്യം ഇയോൺ ചിയോന്റെ ആ ഒരു പ്രസൻസ് അത്രത്തോളം ഭയാനകമായിരുന്നു. ഇത് ശരിക്കും ഒരു മനുഷ്യന്റെ പ്രസൻസ് തന്നെയാണോ? ഞാൻ ശരിക്കും പേടിച്ച് വിറക്കുകയാണ്. അവൻ എന്നെക്കെട്ട് യങ്ങറുമാണ്, അവൻ എന്നെക്കെട്ട് സ്മോളാണ്. പക്ഷേ ആരാണ് നിന്നോട് ഇത് പറഞ്ഞത്? അവൻ എങ്ങനെയാണ്? ഇവൻ ശരിക്കും ഒരു ദൈവം തന്നെയാണോ? ഇല്ല, ഞങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് താങ്കളെ പേടിപ്പിക്കുക എന്ന് മാത്രമായിരുന്നു. താങ്കളെ ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോ ഞാൻ വിചാരിച്ചത് സത്യം തന്നെയായിരുന്നു. അവൻ എന്റെ നിക് നെയിം അറിയാം, അതിനർത്ഥം ആരുവിന്റെ പിന്നിൽ എനിക്ക് മനസ്സിലായില്ല. വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ദി കാങ്സുവ മുറുമലൻസിന്റെ രണ്ടാമത്തെ മകൻ, അവനാണിത് ചെയ്തത്. ഓർത്തഡോക്സ് മുറുമലൻസോ? കാങ്സുവ, ആ നായ,
അവൻ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് അതൊക്കെ നേടിയത്. അതുകൊണ്ട് അവന്റെ നേരെ ലോയലായിട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല, അവനും സഫർ ചെയ്യണം. താങ്കൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവനാണ് ആദ്യം ഇവിടേക്ക് എത്തിയത്. 3000 ആടിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അവൻ പറയുകയും ചെയ്തു, നോർത്തേൺ സീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പോലും കടത്തി വിടരുതെന്ന്. താങ്കളെ ഹാം ചെയ്യാനോ താങ്കൾക്കെതിരെ നിൽക്കാനോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. അത് മാത്രമല്ല കാങ്സോവ പറയുകയും ചെയ്തിരുന്നു താങ്കൾ നേരിട്ട് ഇവിടേക്ക് വരത്തില്ലെന്ന്. അതുകൊണ്ട് താങ്കളുടെ ആർമിനെ പേടിപ്പിച്ച് ഒന്ന് പിന്മാറാൻ മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. ഇപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആ നായ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അത് കാരണം എൻ്റെ 2000 ആൾക്കാരുടെ ജീവനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ തന്നെ വഴി മാറിത്തരാം, താങ്കൾക്ക് പോകാവുന്നതാണ്, എത്രയും പെട്ടെന്ന് തന്നെ. ഹോ, അങ്ങനെയാണല്ലേ? ഭാഗ്യം, നെഗോഷിയേഷൻ വർക്കായി എന്നാണ് തോന്നുന്നത്. കാങ്സോ, നീ എന്തായാലും എൻ്റെ കൈ കൊണ്ട്. താങ്കൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ വലിയ കാര്യമെന്ന് പറയുന്നതിന് മുമ്പ് ഇയോൺ ചിയോൺ അവൻ്റെ കൈ അറുത്ത് മാറ്റിയിരുന്നു. ഒരു സെക്കൻഡത്തേക്ക് അവൻ സ്തംഭിച്ചു പോയി. പിന്നെ കാണുന്നത് ആ കൈ നിലത്ത് വന്ന് വീഴുന്നതാണ്. അതിനുശേഷമാണ് അവൻ ഉച്ചത്തി അലറാൻ തുടങ്ങിയത്. ദ ഗ്രേറ്റ് ചീഫ്, പക്ഷെ എന്തിന്? നീ സത്യങ്ങളായിരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്, എന്നാലും നീ ഞങ്ങൾ ആദ്യം അറ്റാക്ക് ചെയ്തതാണ്, അത് മറക്കരുത്. അല്ല, അത് പിന്നെ പെട്ടെന്നാണ് ഇയാൾ എന്റെ തലയിൽ കയറി പിടിച്ചത്. പക്ഷെ നീ പറഞ്ഞത് ഞാനിവിടേക്ക് വന്നില്ലായിരുന്നെങ്കിലും എന്റെ പിള്ളേരെ നീ, അതിനർത്ഥം നിനക്കിതെല്ലാം തന്നെ കാങ്സോയുടെ മേത്ത് ബ്ലെയിം ചെയ്യാവുന്നതാണ്. ടീമൻഗോൾ, പ്ലീസ് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ താങ്കളെ ബ്ലോക്ക് ചെയ്യാൻ. അത് ശരിയായിരിക്കും, എല്ലാരും കേൾക്കാനാണ് ഞാനീ പറഞ്ഞത്. നിങ്ങളുടെ ചീഫിന്റെ രണ്ടാമത്തെ കൈ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് മുർമലൻസിന്റെ കാങ്സോഹയാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്ത് രണ്ടാമത്തെ കൈയോ? നിന്റെ ദേഷ്യവും റിവഞ്ച് എല്ലാം തന്നെ കാങ്സോയുടെ മേത്ത് തീർക്കാവുന്നതാണ്. ഡീമൻ ഗോഡ് എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഇവനവന്റെ അടുത്ത കൈയും അറുത്ത് മാറ്റിയിരുന്നു. പെട്ടെന്നാണ് അവൻ ഉച്ചത്തി അലറിയത്. അതാട്ടെ അവൾ കേൾക്കുകയും ചെയ്തു. പെട്രേച്ച് മോയോ, താങ്കളത് കേട്ടോ? എന്ത് കേട്ടോന്ന്? അല്ല, ഇനിയെങ്ങാനും? ആ സമയത്ത് കാങ്ങോ മനസ്സിൽ പറയും ചെയ്യും, അങ്ങനെ വരാൻ ഒരു മാർഗവുമില്ല. ദി ഗ്രേറ്റ് വാൾ അഥവാ ദി ഗ്രേറ്റ് പെയിൻസ് ഇതിന് ശേഷമുള്ളതെന്ന് പറയുന്നത് ശരിക്കും സ്നോയുള്ള സ്ഥലമാണ്. അവിടെ കുറേയധികം മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റും ആണുള്ളത്. അതിനുശേഷം വരുന്നതാണ് ദ ഗ്രേറ്റ് ലേക്ക് എന്നറിയപ്പെടുന്ന ലേക്ക് ബൈക്കൽ. ഇത് സൊജാങ്ങിലേക്കാളും വലിയ ലേക്ക് തന്നെയാണ്. ദി ഹോളി സീ, ബ്ലൂ ഐസ് ഓഫ് ദി കോൾഡ് ലാൻഡ്, അത് മാത്രമല്ല നോർത്തേൺ സീയുടെ സാഞ്ചുറി, ഇങ്ങനെ പല വിശേഷണം ഇതിനുണ്ട്. അതിൻ്റെ അവിടെയാണ് ദ ഗ്രേറ്റ് ഐലൻഡ് ഉള്ളത്. ഈ ഐലൻഡ് ശരിക്കും വാസ്റ്റ് ആണ്. അത് മാത്രമല്ല അത് സിംപ്ലി ശരിക്കും മിസ്റ്റീരിയസും ആണ്. അതിൻ്റെ ചുറ്റിനും മനോഹരമായ മൗണ്ടൻസിനാൽ നിറഞ്ഞതാണ്. ആൻഡ് അത് മാത്രമല്ല ഈ ഒരു ലക്ഷറീസ് അല്ല അപ്പിയറൻസ് കാരണം തന്നെ അതിനെ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യുന്നത് മുറുമലൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടായിരുന്നു. ആൻഡ് ആ കാണുന്നതാണ് ദി നോർത്തേൺ സീ ഐസ് പാലസ്. അതിന്റെ നോർത്ത് വെസ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു ഡ്രാഗൺ സ്റ്റട്ടിനെ സീൽ ചെയ്ത സ്ഥലമുള്ളത്. പിന്നെ കാണിക്കുന്നത് അവിടെയുള്ള ഒരു ഗുഹയാണ്. അതിൻ്റെ അകത്തുനിന്ന് അമാനുഷികമായ ഒരു ശക്തി നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കാണുന്നത് 100ഓളം പേര് അവിടെ ഇരിക്കുന്നതാണ്. അവരെല്ലാവരും തന്നെ അവരുടെ എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറച്ചു നേരം കൂടെ പിടിച്ചു നിൽക്കി, നമ്മുടെ ഷിഫ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടോ, കുറച്ചു നേരം കൂടെ. ആ പറഞ്ഞത് നോർത്തേൺ സീ ഐസ് പാലസിന്റെ സെക്കൻഡ് എൽഡറായുള്ള ഓ മു ബാങ് ആയിരുന്നു. ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ 6 മണിക്കൂറായിട്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അവർ കംപ്ലീറ്റ്ലി ഞങ്ങൾ എത്രയൊക്കെ ഇന്റൻസ് ആയുള്ള കോൾഡ് ക്യൂ ഇവിടെ കയക്കാൻ നോക്കിയിട്ടും ഈ ക്രാക്കുക വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ആ ഒരു മോൺസ്റ്റർ അത് വീണ്ടും പുറത്തേക്ക് വരാൻ നോക്കുകയാണോ? ഇനി എത്ര നേരം പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ഇതിന് എത്ര നേരം പറഞ്ഞാണ് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത്? പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. സെക്കൻഡ് എൽഡർ ഞങ്ങളിവിടേക്ക് വന്നിരിക്കുന്നു. ആ പറഞ്ഞത് 5th എൽഡറുള്ള സിയോൾ ഈ ജിയോങ് ആയിരുന്നു. എന്നോട് ക്ഷമിക്കണം, നിന്റെ ക്യൂ എ കംപ്ലീറ്റ്ലി സർക്കിൾ ചെയ്ത് കഴിഞ്ഞില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്കും ഞാൻ ആ വൈബ്രേഷന്റെ ഗാഠത കൂടിയതുകൊണ്ടാണ് നേരിട്ട് തന്നെ ഇവിടേക്ക് വന്നത്. ഈ ഡ്രാഗൺ സ്റ്റട്ടിൽ അതെന്തെങ്കിലും ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് വരാൻ നോക്കുവാണോ? നമുക്കറിഞ്ഞൂടാ. പക്ഷെ കുറച്ചുകൂടെ എൻഡ്യൂർ ചെയ്യണം. മുറുമലൻസിന്റെ ആൾക്കാർ എന്തായാലും ഇവിടേക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആ നാശം പിടിച്ചവന്മാര്, അവന്മാർക്ക് കുറച്ചുകൂടെ നേരത്തെ വന്നൂടെ? സെക്കൻഡ് എൽഡർ അങ്ങനെ പറയില്ലേ? നമ്മളിപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് കുറെ കാതുകൾ ഇവിടെ തന്നെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൾക്കാരെ എത്തിരുന്ന് പറഞ്ഞാണ് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് എൽഡേഴ്സ് എന്ന് വിളിച്ചിട്ട് ഒരുത്തന വഴിക്ക് ഓടി വന്നത്. മുറുമലൻസിന്റെ ട്രൂപ്പ് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ കാണുന്നത് നോർത്തേൺ സീ പാലസിന്റെ ആ ഒരു സൗത്ത് ഈസ്റ്റുള്ള പൊസിഷനാണ്. അവിടെയായിട്ട് 2 പേർ നിപ്പുണ്ടായിരുന്നു. പാലസ് മാസ്റ്റർ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ലിമിറ്റ് എത്തിയിരിക്കുന്നു. അതായിരുന്നു നോർത്തേൺ സീ ഐസ് പാലസിന്റെ ഫസ്റ്റ് എൽഡർ സിയോൾ യങ് ഗു. ഞാൻ വിചാരിക്കുന്നത് ആ ഒരു മോസ്റ്റർ ഡൺ അതിൻ്റെ അകത്ത് ഉണ്ടായാൽ മതിയെന്നാണ്. എൽഡർ ഫസ്റ്റ്, ഞാനൊരു കാര്യം താങ്കളോട് പറഞ്ഞേക്കാം. ഞങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ അത്ര നല്ലതായിരിക്കത്തില്ല. പക്ഷേ അവനിപ്പോഴും എൻ്റെ നെഫ്യൂ തന്നെയാണ്.
അതിലുപരി ഞാൻ അവനെ മാർഷൽ ആർട്ടിസ്റ്റ് പറഞ്ഞ് കൊടുത്തതുമാണ്. അവനെ റെഫർ ചെയ്യാൻ നേരത്ത് യങ് മാസ്റ്റർ എന്ന് വേണം റെഫർ ചെയ്യാൻ. പറഞ്ഞത് മനസ്സിലായോ? അതായിരുന്നു കറൻലി ദ നോർത്തേൺ സീ ഐസ് പാലസിന്റെ ദി പ്രോക്സി, അഥവാ അതിനെ നയിക്കുന്നവൻ. അവന്റെ പേര് ഡാൻ ജുൻ ചിയോൺ എന്നായിരുന്നു. ആൻഡ് അവനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.